എങ്കിലും ഇസ്ലാമിൻ്റെ നിയമം നമ്മൾ അറിയണമല്ലോ. നമുക്കിടയിലാണെങ്കിൽ, നമ്മൾ മാത്രം അറിയുന്നതാണെങ്കിൽ. അങ്ങനെ ചിന്തിച്ചാൽ ഉടമസ്ഥതയുള്ള ഭൂപ്രദേശത്തിൽ നിന്നാണ് കിട്ടിയതെങ്കിൽ അതിൻ്റെ ഉടമസ്ഥൻ അതിൻ്റെതാന്ന് പറഞ്ഞാൽ അയാൾക്കുള്ളതാണ്, അയാളുടേതാണ് എന്ന് അയാൾ പറയണില്ലെങ്കിൽ അയാളുടെ മുമ്പ് ആരായിരുന്നോ ഈ പ്രദേശത്തിൻ്റെ ഈ സ്ഥലത്തിൻ്റെ ഉടമക്കാർ എന്ന് വെച്ചാൽ അയാളുടെ അയാളും അവകാശപ്പെടുന്നില്ല. പേടിയാണ് അയാൾക്കൊന്ന് കാര്യമൊന്നും പേടിച്ചെങ്കിലല്ലേ അല്ലാന്നറിയുള്ളൂ. അല്ലേ ഇത് വലിയ എഴുതി കിട്ടിയാൽ എങ്ങനെയാലും എൻ്റെതാന്ന് തന്നെയല്ലേ എല്ലാവരും പറയാം. അപ്പം എൻ്റെതാന്ന് പറഞ്ഞാൽ അയാൾക്കുള്ളതാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്കും പറയാം നമ്മളതാണെന്ന്. അങ്ങനെ നമ്മളതാണെന്ന് പറഞ്ഞാൽ ഉടമസ്ഥനുള്ളതാണെങ്കിൽ ഉടമസ്ഥനാണ്, ഉടമസ്ഥൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പുള്ള ഉടമസ്ഥനാണ്, അയാളും അല്ലെങ്കിൽ അതിൻ്റെ മുമ്പുള്ള ഉടമസ്ഥനാണ്. അങ്ങനെ പോയി ഈ സ്ഥലം പണ്ട് ഉടമക്കാരും കിടക്കുന്ന ഒരു ഭൂപ്രദേശമായിരിക്കുമല്ലോ മുമ്പ്. അന്ന് ആരാണോ അതിനെ വെട്ടിത്തെളിയിച്ച് സ്വന്തമാക്കി ആ ഭൂമി തൻ്റേതാക്കിക്കൊണ്ട് അവിടെ വീട് കയറ്റി ഉപയോഗപ്പെടുത്തുകയൊക്കെ ചെയ്തവരെന്ന് വെച്ചാൽ അവർക്കാണ് മവാത്ത് ഹയാത്താക്കിയവരെന്ന് പറയാം. ഉടമസ്ഥത അറിയപ്പെടാത്ത ഭൂമി വെട്ടിത്തെളിയിച്ച് സ്വന്തമാക്കിയിട്ടുള്ള ആ നിവൃത്തി ആരാണോ എങ്കിൽ ആ മൊഹിക്കുള്ളതാണ്, അത് സ്വത്ത് എന്നാണ് അതിൻ്റെ നിയമം. അപ്പം മസാല അതാണ് ആ വിഷയത്തിൽ. ഇത് സ്വകാര്യ ഭൂപ്രദേശത്താണ് കിട്ടിയത്. അപ്പം ആ നിലക്ക് ഉടമയാക്കാം എന്നൊക്കെ ശരിയാണ്. പക്ഷേ നിയമപ്രകാരം, രാജ്യത്തിൻ്റെ നിയമപ്രകാരം നമ്മളും പ്രവർത്തിക്കാൻ ബാധ്യസ്ഥമാണ് ആ വിഷയത്തിൽ എന്ന വസ്തുത നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്.